ഹായ് ഗൈസ്, നമുക്കൊരു ബ്യൂട്ടിഫുൾ ഐറ്റം ഉണ്ടാക്കാം. ഇതൊരു ലെറ്റർ പോലെ ആക്കാം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. കളർഫുൾ പേപ്പറിന് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഒരു വൈറ്റിൻ്റെ ഒരു ഓയിൽ പേസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അതിങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഐ ലവ് യു എന്നാട്ടോ എഴുതുന്നത്. അതിപ്പോൾ ആർക്കും കാണാനൊന്നും പറ്റില്ല. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതേപോലെ ഒന്ന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതണം. നല്ല കട്ടിക്ക് എഴുതാനും കുഴപ്പമൊന്നുമില്ല. ഇത് കട്ടി കുറഞ്ഞ പേപ്പർ ആയതായിട്ടാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളർ എടുക്കുക. ആ ഒരു കളർ എടുത്തതിന് ശേഷം ഇത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കളർ എടുക്കുക. കളർ എടുത്തതിന് ശേഷം അത് വെള്ളത്തിലൊന്ന് മുക്കണം. നമുക്കൊന്ന് തെളിഞ്ഞ് വരാൻ ഇങ്ക് വേണം. അതിനായിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം എടുക്കുക. അതിൻ്റെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളറ് ഇതേപോലെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യണം. അതിന് ഇങ്കായിട്ടാട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ച് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്കാട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഒരു സാധനം നമുക്ക് എന്താ ഒരു ബുക്കിൻ്റെ കൂടെ കിട്ടുക കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഇതിൻ്റെ കളറൊക്കെ വരും. അപ്പോൾ ആ ഒരു സാധനത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഞാനൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒഴിച്ചപ്പോഴത്തേക്കിനും റെഡ് കളർ അങ്ങോട്ട് വന്നില്ല. ഞാൻ അവിടുത്തെ പെയിൻറ്റ് ബ്രഷ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എൻ്റെ തുണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പെയിൻറ്റ് ബ്രഷ് വേണ്ട, എന്തെങ്കിലും കളർ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ അത് വീഡിയോയിൽ ക്യാമറയിൽ കാണുമ്പോൾ അതേപോലെ ഇരിക്കും. പക്ഷെ റിയലായിട്ട് കണ്ടാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, റിയലായിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.